കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പദവി സ്വീകരിച്ചാൽ മാത്രം പോരാ, അതിന്റെ ഉത്തരവാദിത്വങ്ങളും പാലിക്കേണ്ട നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ നോക്കണം. നീ വാ, ഞാൻ പറയാം. അച്ഛന്റെ കിടപ്പ് കണ്ടോ? കോമയിലാണെന്നേ ഉള്ളൂ, എന്നാലും മുഖത്തെ പുഞ്ചിരി, ആ രാജ തേജസ് ഓജസ് നീ ഒന്ന് നോക്കിയേ. അത് അച്ഛന് മാത്രമുള്ളതല്ല, പരമ്പരാഗതമായി ആ സിംഹാസനത്തിൽ ഇരുന്നിട്ടുള്ള ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ അച്ഛനാണ് പദവി നയിച്ചിരുന്നത്. കുടുംബവും ട്രസ്റ്റും ക്ഷേത്രവും ഫാക്ടറികളും എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ച് ആ കിരീടത്തിന്റെ പൊൻതൂലായി നിലനിന്നു. അത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിന്നെ ഏൽപ്പിച്ചത് എന്തിനാ? അത് നിനക്ക് ചുമക്കാനാവുമെന്ന വിശ്വാസം, അതാണ് സത്യം. അല്ലാതെ ഭാഗ്യം കൊണ്ട് കൈവന്നതല്ല ദേവ. അതൊക്കെ എനിക്ക് മനസ്സിലാവുക ചേട്ടാ, പക്ഷെ എന്റെ ഇഷ്ടങ്ങളെ കുറിച്ചും അജയേട്ടന് നന്നായിട്ട് അറിയാലോ. ഇത്രയും പറഞ്ഞിട്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് വരിക. നീ സ്വീകരിച്ചിരിക്കുന്ന പദവി നിന്റെ പ്രണയത്തിനും നിന്റെ വ്യക്തിഗത ജീവിതത്തിനും അതീതമാണ്. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നിന്റെ സ്വപ്നങ്ങൾക്കോ നിന്റെ പ്രണയത്തിനോ ചിന്തകൾക്കോ ഒന്നും തന്നെ സ്ഥാനമില്ല. രാജാവിന്റെ ജീവിതം പ്രജകൾക്കുള്ളതാ. ഒരു രാജാവിന്റെ ജീവിതം എന്നാൽ മറ്റ് പല ജീവിതങ്ങൾക്കും ആധാരമാണ്. നിന്റെ ഉള്ളിലെ ചിന്തകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രഭാവം ഉണ്ടാക്കും. മറ്റ് പല ജീവിതങ്ങളും നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചാണ്. അതിനു വേണ്ടിയെങ്കിലും നീ നിന്റെ സ്വപ്നങ്ങളെ മണ്ണിട്ട് മൂടണം. രാജാവിന്റെ കർത്തവ്യമാണ് ഇനി നിന്റെ ജീവിതം. അജയേട്ടാ, ഞാൻ ആ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തോളാം. നിയമങ്ങളൊക്കെ പാലിക്കുകയും ചെയ്തോളാം. ട്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കാം. ഒരിടത്തും ഒരു കുറവും ഉണ്ടാകില്ല ഞാൻ. പക്ഷേ അതിനുവേണ്ടി എന്റെ പ്രണയത്തെ കൊല്ലാൻ പറയരുത് അജയേട്ടാ. അതെനിക്ക് താങ്ങാനാവില്ല. അജയേട്ടാ, രാജാവിന്റെ ഉത്തരവാദിത്തങ്ങളോടൊപ്പം എന്റെ പ്രണയത്തോടും എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ അജയേട്ടാ? അജയേട്ടാ, എന്റെ പ്രണയത്തെ കൈവശമാക്കാനുള്ള അവകാശം എനിക്കില്ലെന്ന് മാത്രം പറയരുത്. ഇല്ലടാ. അതിന് കാരണം നീ ശ്രേയയ്ക്ക് താലി കെട്ടിയതാണ്. വൈദേഹി നിന്റെ ഭാര്യയുടെ ചേച്ചിയാ. നിന്റെ ഭാര്യ ഉപേക്ഷിച്ച് അവളുടെ ചേച്ചിയെ കല്യാണം കഴിച്ചാൽ നമ്മുടെ അന്തസ് എന്താവും? അമ്മയ്ക്കും എന്തു അമ്മയ്ക്കും ദേ കിടക്കുന്നു. നിന്റെ അച്ഛനോട് നീ എന്ത് ഉത്തരം പറയും? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് നമ്മുടെ കുടുംബം എന്തുത്തരം നൽകാനാ? ഒന്ന് ആലോചിച്ചു നോക്ക്. ചേട്ടാ, അന്ന് നടന്നത് കല്യാണമല്ല. അതിൽ നോക്കുമ്പോൾ ഒരു അർത്ഥവുമില്ല. പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തൊരു ബന്ധത്തിന് ഒരു മൂല്യമില്ല ഏട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ ഏട്ടത്തിയമ്മ എന്നെ ഉപേക്ഷിക്കേണ്ടതാ. താലി കെട്ടിപ്പോയി എന്നുവെച്ച് ഞങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടോ?
പക്ഷെ ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവൾ എന്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ മൂത്ത മരുമകൾ. സ്നേഹമില്ലെന്ന് പറഞ്ഞ് കൈവിടിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ വഞ്ചിച്ചു എന്ന് പറയും. നിന്റെ അവസ്ഥ അതൊക്കെ തന്നെയാ. അത്രയും വലിയൊരു അപഹാസ്യം സഹിക്കാനുള്ള അവസ്ഥ ഇപ്പൊ നമ്മുടെ കുടുംബത്തിനില്ല. ഏട്ടൻ എന്ത് പറഞ്ഞാലും കൊള്ളാം, വൈദേഹിയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്റെ പ്രണയത്തെ മറന്നുകൊണ്ട് എനിക്ക് ജീവിക്കാനും പറ്റില്ല. എന്താന്ന് ചോദിച്ചാ, ഞാൻ ദൈവമൊന്നും അല്ല അജയേട്ടാ, വെറും മനുഷ്യനാ. എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാലും ഈവൻ ഐ ഹാവ് മൈ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. അതെല്ലാം മാറ്റി വെച്ചോണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ ചേട്ടാ? എന്തൊരു ജീവിതം ഏട്ടാ ഇത്! ഞാൻ സ്വപ്നം കണ്ട ജീവിതം എന്തൊക്കെയാണ്, എന്നിട്ട് എന്റെ ജീവിതത്തിൽ നടന്നതെന്താ? ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിച്ചത് തന്നെ നടക്കില്ല. എല്ലാം ദൈവത്തിന്റെ ലീലകളാണ്. സത്യത്തിൽ നോക്കുവാണേൽ ഈ പദവി എനിക്ക് അവകാശപ്പെട്ടതല്ലേ? പക്ഷെ എനിക്കതിന് സാധിച്ചോ? ഞാനായിരുന്നെങ്കിൽ നിനക്കിങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇതും ആ ദൈവത്തിന്റെ തീരുമാനമാ. നടക്കേണ്ടത് തന്നെയാ നടന്നത്. ഇനി അങ്ങോട്ട് നടക്കേണ്ടത് മാത്രമേ നടക്കുകയുള്ളൂ. ഒന്നും നിന്റെ കയ്യിലല്ല ദേവ. കഷ്ടമായാലും നഷ്ടമായാലും വിധി അനുസരിക്കുകയേ വഴിയുള്ളൂ. വേദനകളെ മനസ്സിലൊതുക്കിക്കൊണ്ട് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ നോക്കണം. മനസ്സിലാവുന്നുണ്ടോടാ? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. തെറ്റല്ല എന്റേത് തന്നെയാ. നീ എന്ത് ചെയ്തിട്ടാ വൈദേഹി? അജേട്ടന് മനസ്സിലാവാഞ്ഞിട്ടാ. ഞാൻ തന്നെയാ തെറ്റുകാരി. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ദേവേട്ടൻ എന്നെ മറന്നോളുന്നാ കരുതിയെ. പക്ഷെ ഞാനിങ്ങനെ കൺമുന്നിൽ തന്നെ നിൽക്കുമ്പോ ദേവേട്ടന്റെ മനസ്സിലെ മോഹങ്ങൾ കൂടുകയുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചില്ല ചേട്ടാ.
എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വൈദേഹി. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾക്ക് ഞാൻ മാത്രം അജയേട്ട കാരണക്കാരി. ദേവേട്ടന്റെ അച്ഛന്റെ വാക്കുകൾ തിരസ്കരിക്കാനാവാതെ ഞാൻ ഇങ്ങോട്ട് വന്നതാ തെറ്റ്. അന്ന് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. കഴിഞ്ഞതൊന്നും നമുക്ക് മാറ്റാനാവില്ല. ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളാം. ഇനി ദേവേട്ടന്റെ മുന്നിലേക്ക് വരില്ല. ഇപ്പൊ നീ ഇവിടുന്ന് പോയാ അവൻ ശരിക്കും ഒരു ഭ്രാന്തനായി പോകും വൈദേഹി. ഇപ്പൊ നീ ഇവിടുന്ന് പോയെന്ന് കരുതി അവന് നിന്നോടുള്ള ഇഷ്ടം ഇല്ലാതാവോ? നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ ഇല്ലാതാവോ? അതൊക്കെ ഇനി കൂടുകയുള്ളൂ. നീ ഇവിടുന്ന് പോയതുകൊണ്ട് കൂടുതൽ നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഞാൻ എന്താ അജയേട്ടാ ചെയ്യണ്ടേ? എന്നെ കുറിച്ച് ആലോചിച്ച് ദേവേട്ടൻ ഇങ്ങനെ പെടയുന്നത് കാണുമ്പോ അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. എന്നും പറഞ്ഞ് ഇവിടുന്ന് പോയാ അവന്റെ വിഷമം ഇല്ലാതാവൂന്നാണോ? നീ പോയാ അവന്റെ വിഷമം കാണാതെ നീ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ അവനെ അത് ഭ്രാന്ത് പിടിപ്പിക്കും. മാത്രമല്ല, പറയാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ എല്ലാവരെയും അത് ഭയപ്പെടുത്തും. നീ ഇല്ലാതെ ദേവന്റെ സമനില തെറ്റും. വഴിയെ വീട്ടിലുള്ള എല്ലാവരും കാര്യങ്ങൾ അറിയുകയും ചെയ്യും. സംശയദൃഷ്ടിയുള്ളവർ ഒരു ഭാഗത്ത്, തെറ്റിദ്ധാരണയുള്ളവർ മറുഭാഗത്ത്. നമ്മുടെ രണ്ട് കുടുംബങ്ങളിലും ഇതുകൊണ്ട് ആരും സന്തോഷിക്കാൻ പോകുന്നില്ല. പിന്നെ എന്താ ഇതിനൊരു പരിഹാരം? ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം. കുറച്ചു കാലം കൂടി നീ ഇവിടെ തന്നെ നിൽക്കണം. ഞാനിവിടെ നിന്ന് ദേവേട്ടൻ എന്നെ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ദേവേട്ടൻ ചെയ്യും. അതൊക്കെ ശരിയാണെങ്കിലും നീ പറയുന്ന എന്തും അവൻ അനുസരിക്കും. പതുക്കെ അവനോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. നിന്നോടുള്ള അവന്റെ സ്നേഹം മായ്ച്ചു കളയാൻ നോക്ക്. അവന്റെ ചിന്തകളിൽ പോലും അവൻ നിന്നെ മാറ്റി നിർത്തണം. അത് നിനക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങളുടെ ഈ പ്രണയത്തെ സ്നേഹമായി മാറ്റാൻ ശ്രമിക്കുക വൈദേഹി. അത് മാത്രമാണ് ഇതിനൊരു പരിഹാരം. ഇതൊക്കെ ഞാൻ പറഞ്ഞ ദേവേട്ടൻ കേൾക്കോ? ഇന്നീ ലോകത്ത് ദേവൻ ആരുടെയെങ്കിലും ഒരാളുടെ വാക്ക് കേൾക്കുമെങ്കിൽ അത് നിന്റേത് മാത്രമാണ്. നിനക്ക് മാത്രമേ അവനെ മാറ്റാൻ സാധിക്കൂ. ദയവീത് നീ ഇപ്പൊ ഇവിടുന്ന് പോകരുത്. ദേവേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നോടൊന്നും മിണ്ടിയിരുന്നെങ്കിലെന്ന് കരുതി
കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് ആദ്യമായി നിന്റെ വാക്കുകൾ എന്താണെന്നോർത്ത് എൻ്റെ ഉള്ളിൽ പേടിച്ചിരിക്കുകയാണ്. എങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാം. കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ പറയാൻ പോകുന്ന വാക്കുകളെ കുറിച്ചോർത്ത് പേടിയുണ്ടാവും. എന്ന് കരുതി എനിക്ക് പറയാനുള്ളത് പുതിയ കാര്യങ്ങളുമല്ല, ദേവേട്ടന് അറിയാത്ത കാര്യങ്ങളുമല്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്ന ഈ സന്തോഷം നമുക്ക് വേണം. കുടുംബത്തിന്റെ സന്തോഷമല്ലേ മുഖ്യം. അപ്പൊ എന്റെ സന്തോഷത്തിന് ഒരു പ്രാധാന്യമില്ലേ? എന്റെ പ്രണയം, എന്റെ മോഹം, എന്റെ താല്പര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും നീ ഓർക്കുന്നേയില്ലേ? നീ കൂടെയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തെറ്റിപ്പോയി. ഞാനിത് ഇത്രയും കാലം ആരോടും പറയാതെ മൂടി വെച്ചതാണ് തെറ്റ്. നിന്റെ സ്ഥാനത്തൊന്ന് ശ്രേയെ കണ്ടപ്പം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ഞാൻ. അതിനുശേഷം നീ എന്നെ മനസ്സിലാക്കുന്നുള്ള വിശ്വാസത്തിൽ മിണ്ടാതിരുന്നു. പക്ഷെ അതൊന്നും ഇനി നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് ഈ ഭാരം ചുമക്കണ്ട. ഈ വീട്ടിൽ എല്ലാവരോടും ഞാനിത് പറയാൻ പോവാ. അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞോ? എന്നാ അങ്ങനെയാവട്ടെ, ചെന്ന് പറഞ്ഞേക്ക്. എന്താ നോക്കി നിൽക്കുന്നേ? ചിലപ്പോ ദേവേട്ടൻ ഒറ്റയ്ക്ക് ചെന്ന് പറഞ്ഞ വിശ്വസിച്ചില്ലാന്ന് വരും. ഞാനും കൂടെ വരാം. നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്നുള്ളത് സത്യമല്ലേ? വാ പറയാം. കേട്ട് കേട്ട് ദേവേട്ടന് സഹി കെട്ടതുപോലെ പറഞ്ഞു പറഞ്ഞു ഞാനും ആകെ സഹി കെട്ടിരിക്കാം. അതുകൊണ്ട് ഞാനും ഇനി ദേവേട്ടന്റെ വഴി സ്വീകരിക്കാം. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? നമ്മുടെ സന്തോഷമല്ലേ നമുക്ക് പ്രധാനം. അത് മതി. എന്റെ അച്ഛനും അമ്മയും വിഷമിക്കുമായിരിക്കും. വിഷമിച്ചോട്ടെ ദേവേട്ട. ദേവേട്ടന്റെ അമ്മയ്ക്കും ഇന്ദു അമ്മയ്ക്കും ഒക്കെ വേദനയാവും. അതിന് നമുക്കെന്താ? എന്റെ അനുജത്തിയുടെ ജീവിതം തകർന്ന് തരിപ്പണാവും. ആയാ ആവട്ടെന്നേ. കൊട്ടാരം വീടിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ നിലം പതിക്കും. അതിനിപ്പോ നമുക്കെന്താ അല്ലേ? നമ്മൾ നമ്മുടെ സന്തോഷം നോക്കിയാ പോരെ. ഈ നഷ്ടങ്ങളെക്കാളൊക്കെ ഒത്തിരി വിലയുള്ളതല്ലേ നമ്മൾ തമ്മിലുള്ള ഈ പ്രണയം. ആർക്ക് എന്ത് സംഭവിച്ചാൽ നമുക്കെന്താ? നമുക്ക് ജീവിക്കാം. ഈ പ്രണയത്തെക്കാൾ അതിനൊന്നും ഒരു വിലയില്ല. ശരിയല്ലേ? ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയല്ലേ? നമ്മുടെ പ്രണയം ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടങ്ങൾ വെറും ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറയാതെ തന്നെ ദേവേട്ടൻ അറിയാം. എന്നിട്ടും പ്രണയം മാത്രം മതിയെന്നും പറഞ്ഞു കൊടി പിടിക്കുന്നയാൾക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തയുണ്ടാവില്ലല്ലോ. ഇത്രയും കാലം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ചു കൂട്ടി. ഞാനും എന്റെ സമാധാനം കളഞ്ഞു. ഇനിയിപ്പോ എന്തായാലും ഞാനും ദേവേട്ടനെ പോലെ ചിന്തിക്കാൻ തുടങ്ങാം. നമുക്കെന്തിനാ മറ്റുള്ളവരുടെ കാര്യം? ചിലപ്പോ എന്റെ മനസ്സ് വീണ്ടും മാറിപ്പോയാലോ? അതിനു മുമ്പ് ചെന്ന് പറയാൻ ദേവേട്ട വന്നേ. എന്തു പറ്റി ദേവേട്ട? എന്താന്ന് പറ. എന്താ തളർന്നിരുന്നു പോയേ? കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോലെ തോന്നുന്നുണ്ടല്ലേ? വെറുതെ ഒന്ന് പറഞ്ഞപ്പോ തന്നെ തളർന്നു പോയില്ലേ? അപ്പൊ സത്യത്തിൽ ഇങ്ങനെയൊക്കെ നടന്ന് താങ്ങാനുള്ള ശക്തിയുണ്ടോ? നമ്മളെക്കാളും നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ പ്രധാനം? ഇത്രയും ജീവിതം നശിപ്പിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് ജീവിച്ചാലും ഒരു ക്ഷണ നേരത്തേക്കെങ്കിലും നമുക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുമോ? ആലോചിച്ച് തീരുമാനിക്കും.
അപ്പൊ ഈ പ്രണയം എന്നത് കുടുംബത്തിന്റെ സമാധാനം കളയാനുണ്ടായ രാക്ഷസനെ പോലെയാണല്ലേ? അപ്പൊ ഞാനും ഒരു രാക്ഷസനാണെന്ന് നീ എന്നോട് പറയാതെ പറഞ്ഞു വൈദേഹി. സന്തോഷം നശിപ്പിക്കുന്നതെല്ലാം പൈശാചികതയാണ്. പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നമ്മുടെ സന്തോഷത്തെ അവഗണിക്കാൻ കഴിഞ്ഞാൽ അതാണ് മനുഷ്യത്വം. ഇത് തന്നെയല്ലേ ശരിക്കുള്ള പ്രണയവും? ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഇനിയും ഞാൻ നിന്നെ പ്രണയിക്കുകയാണെങ്കിൽ ഞാനൊരു ചെകുത്താനാണെന്നല്ലേ? മറക്കുകയാണെങ്കിൽ മനുഷ്യനാണെന്നും അങ്ങനെയല്ലേ വൈദേഹി? അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഇത്രയും നാളും നീ എന്നോട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ചിലപ്പോഴൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട് വൈദേഹി. എന്റെ സ്നേഹത്തിന്റെ വില നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർക്കും. പക്ഷേ ഇപ്പൊ നീയാണ് ശരി വൈദേഹി. നീ മാത്രമാണ് ശരി. അതാണ് കറക്റ്റ്. നിന്നെ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ദേ ഈ നിമിഷം മുതൽ നമ്മൾ വേർപിരിയുകയാണ് വൈദേഹി. ഇനി നിന്റെ മനസ്സിൽ ഞാനോ എന്റെ ഈ മനസ്സിൽ നീയോ ഉണ്ടാവില്ല. എല്ലാം ഇവിടെ അവസാനിക്കട്ടെ. ഈ ക്ഷണം മുതൽ നമ്മൾ തമ്മിൽ ഒരിക്കലും കാണുകയില്ല, മിണ്ടുകയുമില്ല. നേർക്ക് നേർ കാണേണ്ടി വന്നാലും അന്യോന്യം നമ്മൾ നോക്കാനും പോകുന്നില്ല. ഈ പ്രണയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നമ്മൾ ജീവിക്കും.